ആലുവയിൽ ടൂറിസ്റ്റ് ബസ്സിൽ ഉരസിയ ട്രക്ക് നിർത്താതെ പോയി. ബസ്സിലെ യാത്രക്കാർ ട്രക്ക് തടഞ്ഞ് ഡ്രൈവറെയും സഹായിയെയും മർദ്ദിച്ചു. പഴനിയിൽ നിന്നും തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ തിരുവല്ല സ്വദേശികളാണ് ട്രക്ക് തടഞ്ഞ് മർദ്ദിച്ചത്. തെരുവിലിറങ്ങി ഈ നിയമം കയ്യിലെടുക്കുന്ന ഒരു നടപടിയാണ് ഈ പഴനിയിൽ നിന്നും തിരുവല്ലയിലേക്ക് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ ആ യാത്രക്കാർ നടത്തിയത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ട്രക്കാണ്. ആലുവ മുട്ടത്ത് വെച്ചാണ് ഈ സംഭവം. ഈ ടൂറിസ്റ്റ് ബസ്സിൽ ചെറിയ രീതിയിൽ ഒന്ന് ഉരസിയേ ഉള്ളൂ. അതിന് ട്രക്ക് ഉരസി അങ്ങ് യാത്ര ചെയ്ത് പോവുകയും ചെയ്തു. ഒരുപക്ഷെ ഈ വാഹനത്തിൽ ട്രക്ക് തട്ടിയത് ഒരുപക്ഷെ ആ ട്രക്കിൻ്റെ ഡ്രൈവർ അറിഞ്ഞു കാണാൻ സാധ്യതയും കുറവായിരിക്കാം. പിന്നീട് ഈ ടൂറിസ്റ്റ് ബസ് ഈ ട്രക്കിന് കുറുകെ കൊണ്ടുവന്ന് നിർത്തിയ ശേഷം ആളുകൾ ഇറങ്ങി വന്ന കാര്യമായ രീതിയിൽ ഈ ട്രക്ക് ഡ്രൈവറെ മർദ്ദിക്കുന്നുണ്ട്. ട്രക്കിൻ്റെ ചില്ല് അടിച്ചു തകർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ടൂറിസ്റ്റ് ബസ്സിൽ നിന്നിറങ്ങിയ സ്ത്രീകളടക്കം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇതിന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ ട്രക്കിനകത്തിരുന്ന ഡ്രൈവർ കൈകൂപ്പുന്നുണ്ട്. ആ ട്രക്കിനകത്തേക്ക് കയറി ഈ ഡ്രൈവറെ കാര്യമായ രീതിയിൽ മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അതുവഴി വന്ന കുറച്ച് ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാർ ഇടപെട്ടതിനെ തുടർന്ന് നാട്ടുകാരും കൂടി എത്തിയതോടുകൂടിയാണ് പിന്നീട് ഇവരെ ഈ ട്രക്കിൽ നിന്ന് അയാളെ അകത്ത് കയറി മർദ്ദിക്കുന്നതിനിടക്ക് വലിച്ച് പുറത്തേക്ക് ഇറക്കിയത്. അതിനുശേഷം ഈസ്റ്റ് പോലീസ് നിലവിൽ കേസെടുത്തു. 2 വാഹനങ്ങളും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ഈ ഡ്രൈവറെ മർദ്ദിച്ച, അതായത് തിരുവല്ല സ്വദേശിയായ രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്.